ഹായ് ആൾ, ഇറ്റ്സ് മീ സജ്ന സലീം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലിവ് വിത്ത് സജാസ്. അപ്പം ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കാണിക്കുന്നത് 2025 എൻ്റെ ഫസ്റ്റ് പർച്ചേസ് ആണ് നമ്മുടെ സജാസ് ഡിസൈനർ ബൊട്ടീക്കിന് വേണ്ടിയിട്ട്. സോ ഫ്രം ദുബായ് ടു ഡൽഹി ടു ജയ്പൂർ ടു കൽക്കട്ട, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി ഹാൻഡ് പിക്ഡ് ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഈ പ്രാവശ്യം നമ്മുടെ സജാസിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഡൽഹി എയർപോർട്ടിലെത്തിയതിന് ശേഷം ക്യാബ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ ഹോട്ടലിലെത്തി. ഈ പ്രാവശ്യം നല്ലൊരു ഹോട്ടൽ സ്റ്റേ ആയിരുന്നു. ഓൾവേസ് നല്ലൊരു ഹോട്ടലായിരുന്നു. ദെൻ നൈറ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ലേറ്റ് നൈറ്റാണ് ഞാൻ എത്തിയത്. ഓൾമോസ്റ്റ് ഏർലി മോർണിംഗ് ആണ് എത്തിയത്. ദെൻ ഫുഡൊന്നും കഴിക്കേണ്ടെന്ന് വിചാരിച്ചാൽ ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എത്തിക്കഴിഞ്ഞപ്പോൾ നന്നായി ലേറ്റായി. ഞാനൊരു സാൻഡ്വിച്ചും ദെൻ ഒരു ഓറഞ്ച് ജ്യൂസും ഓർഡർ ചെയ്തു. ദെൻ ഏർലി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും മിസ് ചെയ്യാറില്ല ഹോട്ടൽസിൽ എത്തിക്കഴിഞ്ഞാൽ. ദെൻ ആഫ്റ്റർ ദാറ്റ് ജസ്റ്റ് ഒരു ഫുഡ് സ്റ്റാൾ ഉണ്ടായിരുന്നു. ആ ഒരു ഫുഡ് സ്റ്റാളൊക്കെ എക്സ്പ്ലോർ ചെയ്തു. അതിനുശേഷം റൂമിലെത്തിയതിന് ശേഷം നൈക്കിന്ന് കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഞാൻ നാട്ടിൽ നിന്ന് ഒരുപാട് മേക്കപ്പ് പ്രോഡക്ട്സ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ റിവ്യൂ ചെയ്യാം വെരി സൂൺ. ദെൻ കുറച്ച് ചെക്സ് ഒപ്പിട്ട് കൊടുക്കുകയാണ്. ബിക്കോസ് നമ്മുടെ പേയ്മെൻറ്റ്സ് ഒക്കെ നമ്മുടെ കമ്പനി ചെക്സ് എല്ലാം നാട്ടിൽ നിന്ന് പോകുന്നതുകൊണ്ട് ഞാൻ 1 ഇയറിലത്തേക്കുള്ള ചെക്ക് കംപ്ലീറ്റ് ഒപ്പിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ദെൻ അഗെയിൻ ഫ്രം ഹോട്ടൽ നമുക്കിപ്പോൾ ഡേ 1 പർച്ചേസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇന്നാണ് സജാസിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിങ്. നമ്മൾ പർച്ചേസ് എന്ന് പറയുമ്പോൾ ഒരു ഹണ്ടിങ് എന്ന് തന്നെ പറയാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന നമ്മുടെ ഷോപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത അജ്രക്കിൻ്റെ മൊഡാൽ സിൽക്കിൻ്റെ ഒരു ഡ്രസ്സാണ്. ഭയങ്കര കംഫർട്ടബിളാണ് വെയർ ചെയ്യാൻ. ഇത്രയും സുഖമുള്ളൊരു മെറ്റീരിയൽ സമ്മറിലാണെങ്കിലും വിൻ്ററിലാണെങ്കിലും വെയർ ചെയ്യാനും. അതിൻ്റെ ബാക്കിലൊക്കെ കണ്ടോ നിങ്ങൾ, ഷോൾഡർ കട്ടിംഗ് ഒക്കെ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കോളർ നെക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ജോമെട്രിക്കൽ ഡിസൈൻസ് എപ്പോഴും നമ്മൾ അജ്രക്കിൽ ചൂസ് ചെയ്യുമ്പം കുറച്ച് യുണീക്ക് ആൻഡ് ഡിഫറെൻ്റ് ആയിരിക്കും. അവിടെ ഒരു വെഡ്ഡിങ് നടക്കുകയാണ്. അപ്പോൾ വെഡ്ഡിങ് ഞാൻ അവിടെ ഇരുന്ന് പതുക്കെ ആ സീറ്റിലിരുന്ന് പതുക്കെ അവരെയൊക്കെ ഇങ്ങനെ നോക്കുകയായിരുന്നു. അവരുടെ ഡ്രസ്സ്, അവരുടെ കൾച്ചർ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. നമ്മളിൽ നിന്നുമൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടാണ്. നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഓരോ കാര്യങ്ങൾ കാണുക, അവരുടെ കൾച്ചർ പഠിക്കുക, അവരുടെ ഫുഡ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. ദെൻ ഫൈനലി ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എന്താ പറയുക, ഞാൻ ഇഷ്ടപ്പെട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന അതേ കളക്ഷൻസ് ആണ് അവരെൻ്റെ മുന്നിലേക്ക് എടുത്തിടുന്നത്. നമ്മൾ എന്താ പറയുക, ഒരു കടലിലെ ഒരുപാട് മീൻ ഉണ്ടാവുമല്ലോ, അതുപോലെയാണ് ഈ ഒരു ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ ഹോൾസെയിലിൽ നിന്ന് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ആപ്റ്റായിട്ടുള്ളൊരു കാര്യം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. ആ സമയത്ത് എന്താണോ ആ ഒരു ട്രെൻഡിങ്, നമ്മൾ പോകുന്ന സമയവും എല്ലാം കറക്റ്റ് ആവുകയാണെങ്കിൽ നമുക്ക് നല്ല സാധനങ്ങൾ കിട്ടും. അപ്പോൾ എപ്പോഴും ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങാറ്, നല്ല കളക്ഷൻസ് നമ്മുടെ ഷോറൂമിലേക്ക് കൊണ്ടുവരാൻ പറ്റണേ എന്നുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം ഒരുപാട് കളക്ഷൻസ് ഇവർ കാണിച്ചതിന് ശേഷമാണ് ഫിൽറ്റർ ചെയ്ത് നമ്മൾ ഫൈനലി നമ്മുടെ ഷോപ്പിലേക്കുള്ള കളക്ഷൻസ് എല്ലാം ചൂസ് ചെയ്യാറുള്ളത്. ഓരോ കളക്ഷൻസും നോക്കി അതിൻ്റെ ക്വാളിറ്റി എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ള കാര്യമാണ്. പ്രൈസ് കുറഞ്ഞ സാധനങ്ങൾ നമുക്ക് ഒരുപാട് കിട്ടും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ പ്രൈസ് കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റിയും കുറയും. അതാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈവൻ റെസ്റ്റോറൻറ്റ്സിലാണെങ്കിലും എവിടെയാണെങ്കിലും എന്ത് സാധനവും പ്രൈസ് ഡിക്രീസസ്, ക്വാളിറ്റി ഓൾവേസ് ഡിക്രീസസ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. എല്ലാത്തിനും ഒരു മിനിമം പ്രൈസിങ് ഉണ്ട്, ഒരു മിനിമം കാര്യങ്ങളുണ്ട് ഒരു പ്രൊഡക്റ്റ് പുറത്തേക്ക് വരാൻ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ദെൻ അപ്പോൾ എനിക്ക് എപ്പോഴും മിനിമം നല്ലൊരു പ്രൈസും മാച്ച് ചെയ്യണം, നല്ല ക്വാളിറ്റി ആയിരിക്കണം. ഇത് രണ്ടും എനിക്ക് മാച്ച് ചെയ്യണം. അപ്പോൾ അത് രണ്ടും എപ്പോഴും നമുക്ക് മാച്ച് ചെയ്ത് കിട്ടാനും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. പ്യോർ ജോർജറ്റിലും പ്യോർ ഷിഫോൺസിലും ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ടി വെയർ സൽവാസ് നമ്മുടെ കസ്റ്റമേഴ്സ് എപ്പോഴും പറയാറില്ല. ലെഹങ്കാസ് ഞാൻ അധികം കൊണ്ടുവരാറില്ല, ബിക്കോസ് നമുക്ക് എപ്പോഴും കസ്റ്റമൈഡ് ആയിട്ടുള്ളതാണ് പോകുന്നത്. ഇത്രയും ഹെവി ലെഹങ്കാസ് ഒന്നും ആരും ഇടാത്തത് കൊണ്ട് കൂടുതലും നമുക്ക് ബ്രൈഡ്സ് ഒക്കെ കസ്റ്റമൈസ് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്ത് നമ്മൾ കൊടുക്കും. ഞാൻ തന്നെ അവരുടെ സാരി കൗണ്ടറിൽ ചെന്നിട്ട് ഞാൻ തന്നെ സെലക്ട് ചെയ്യും. ഞാൻ പറയും എല്ലാം അവരെ കംപ്ലീറ്റ് പ്രോഡക്ട്സും എടുത്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ടൈമും ഇല്ല. എനിക്ക് കണ്ടു കഴിയുമ്പോൾ തന്നെ തൊട്ട് ഫീൽ ചെയ്യുമ്പോൾ ശരിക്കും അത് പ്രോഡക്റ്റിനെ കുറിച്ച്
നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ച് പ്രൈസും മാച്ച് ചെയ്ത് കൊണ്ടുവരാറാണ്. ഇതെല്ലാം സോഫ്റ്റ് സിൽക്കിൽ ഒരുപാട് സാരീസ്, ദെൻ പ്യോർ കോട്ടണിൽ സൽവാർ സെറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഫ്രം AED 55 ആണ്. സജാസിൽ ഈ ഒരു 6 ഇയേഴ്സ് വന്നിട്ടുള്ള ഒരു കസ്റ്റമേഴ്സും ഇന്ന് വരെ കാണാത്ത ഡിസൈൻസും ഇന്ന് വരെ കാണാത്ത മോഡൽസുമാണ് ഞങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഡേ 2 ആണിത്. ഞാൻ അന്ന് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കഫ്താൻ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകുന്നതിന് മുന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ആ വീഡിയോ ഇട്ട് ഒരുപാട് ബൾക്ക് ഓർഡേഴ്സ് വന്നു. നമ്മളെപ്പോഴും ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാവരും മിക്കവാറും ഞാൻ കാണാറുണ്ട്, നമ്മൾ രാവിലെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഇന്നിപ്പം സൺഡേ ആണ്, അപ്പം ഞാൻ ഇന്ന് കഫ്താനൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അല്ലെങ്കിലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എപ്പോഴും ഒരു ഹോട്ടലിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഈ നൈറ്റ് വെയർ പൈജാമാസ് ഇട്ടിട്ട് ഒരിക്കലും നമ്മൾ പോകരുത്. ബിക്കോസ് അത് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ ഈ നൈറ്റ് ഡ്രസ്സ് ചിലർ മീറ്റിങ്ങിന് വേണ്ടി, മിക്കവാറും നമ്മൾ എന്തിനാ ഹോട്ടൽസിൽ സ്റ്റേ ചെയ്യുന്ന, മീറ്റിംഗ്, ചിലർ വെക്കേഷൻ ആയിരിക്കും, ഈ വെക്കേഷൻ മൂഡുള്ളവരാണ് ഈ പൈജാമാസ് ഒക്കെ ഇട്ട് വരുന്നത്. പക്ഷെ അത് മറ്റുള്ളവർക്ക് ഭയങ്കര ഒരു രാവിലെ തന്നെ ഒരു ലേസി ഒരു ഫീല് തോന്നിക്കും. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും നിങ്ങളൊക്കെ എപ്പോഴും ഈ പൈജാമാസ് ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണെങ്കിലും നല്ലതായിരിക്കും. എപ്പോഴും നമ്മളൊരു ബിസിനസ് മീറ്റ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളെന്നല്ല പലരും വരിക. ദെൻ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ആ കഫ്താൻ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതുപോലൊരു കഫ്താനൊക്കെ നമ്മൾ ചെയ്ത് വെച്ചാൽ രാവിലെ നമുക്ക് വെയർ ചെയ്ത് അറിയാം, നമ്മൾ റെസ്റ്റ് എടുത്ത് ഒരു 10 മണിയാകുമ്പോഴാണ്, 10:30 ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ക്ലോസ് എങ്കിൽ ഒരു 10 ആകുമ്പോഴാണ് നമ്മൾ ചെല്ലാറ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും. റെഡിയായി പോകുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും നന്നായി ഡ്രസ്സ് ചെയ്ത് തന്നെ പോകാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ ആ ഒരു കഫ്താൻ ഭയങ്കര കംഫർട്ടബിളാണ്. ഇനി ഇത് വീഡിയോ കാണുമ്പോൾ എല്ലാവരും എനിക്കറിയാം വീണ്ടും എൻക്വയറി ചെയ്യും. ഇതിൻ്റെ മെറ്റീരിയൽ മാത്രമേ, റെഡ് ഇനിയില്ല, നമുക്ക് ബ്ലാക്കും ബ്ലൂവും മെറ്റീരിയൽ മാത്രമേ അവൈലബിൾ ആയിട്ട് ഉള്ളൂ. അത് നിങ്ങൾ സെപ്പറേറ്റ് എടുത്ത് സെപ്പറേറ്റ് സ്റ്റിച്ചിങ് ചാർജ് തന്നിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. സോ ഇറ്റ് വാസ് വെരി വെരി കംഫർട്ടബിൾ. ഞാൻ തിരിച്ച് വരുന്നവരെ എനിക്ക് അത്രയും യൂസ്ഫുള്ളായി ഈ 2 കഫ്താൻ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോയത്. എന്നുവെച്ചാൽ നമുക്ക് ഒരുപാട് ലഗേജസും കൊണ്ടുപോകാൻ പറ്റത്തില്ല, അപ്പം നമുക്ക് ഹാൻഡി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഡ്രസ്സസ് ആയിരുന്നു ഇത്. ഈ ഒരു സമയത്താണ് ഡൽഹിയിൽ എർത്ത് ക്വേക്ക് നടന്നിട്ടുള്ളത്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. വളരെ ഭീകരമായ ഒരു എർത്ത് ക്വേക്ക് ആയിരുന്നു, റിച്ചർ സ്കെയിൽ 4. അപ്പോൾ നമ്മളിങ്ങനെ പർച്ചേസിന് പോകുമ്പോൾ ഇങ്ങനെ പല ചാലഞ്ചസും ഫേസ് ചെയ്യേണ്ടി വരും. ദെൻ ആഫ്റ്റർ ദാറ്റ് എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് ദുബായിലേക്ക് വന്നാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എപ്പോഴും വിശാലമായിട്ട് ഉണ്ടാവും. പക്ഷേ എത്ര നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ആവശ്യത്തിന് മാത്രമേ മേക്ക് ഷുവർ ആവശ്യത്തിനുള്ള ഫുഡ് മാത്രമേ ഞാൻ ബൊഫേ ആണെങ്കിലും ഞാൻ കഴിക്കാറുള്ളൂ. ദെൻ മോർണിംഗ് ഒരു ദോശ, ഇഡ്ഡലി അങ്ങനെ എന്തെങ്കിലും ദെൻ ഒരു ഫ്രഷ് ജ്യൂസ്, ടീ, കോഫി, എഗ് വൈറ്റ് ഓംലെറ്റ്. എഗ് വൈറ്റ് ഓംലെറ്റ് എന്തായാലും മസ്റ്റായിട്ടും ഡെയിലി കഴിക്കും. ദെൻ സൺഡേ ഈവനിങ്ങിന് വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് പർച്ചേസ് ഒന്നും ഇല്ലാത്ത ദിവസമല്ലേ, ഒന്ന് പുറത്ത് കറങ്ങാനൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ദെൻ സജാസിൽ നിന്ന് എന്നെ ഡിസൈൻ ചെയ്ത ഷ്രെഗാണ്. ഞാനൊരു വൈറ്റ് ചിക്കൻ കറി ഷ്രെഗാണ് എൻ്റെ സ്ലീവ്ലെസ് ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്തപ്പോൾ ഞാൻ ഇതിന് ഇത്ര ഭംഗി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആക്ച്വലി ഞാൻ മാംഗോയിലേക്ക് ചെന്നപ്പോൾ മാംഗോയിലുള്ളവർ വരെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബ്യൂട്ടിഫുൾ ഡ്രസ്സെന്ന്. ദെൻ സഫോറ കണ്ടാൽ എന്തായാലും സെഫോറയിൽ കയറാതെ നമുക്ക് വരാൻ തോന്നത്തില്ലല്ലോ. ബട്ട് ടു ബി ഓണസ്റ്റ്, ഞാൻ ഒന്നും നാട്ടിൽ നിന്ന് സെഫോറയിൽ നിന്ന് പർച്ചേസ് ചെയ്തില്ല. ജസ്റ്റ് കയറി ഒന്നെല്ലാം കണ്ടു വന്നു എന്നുള്ളതേ ഉള്ളൂ. നാട്ടിൽ പോയിട്ട് ഈ 10,000, 15,000, 20,000 ഒക്കെ എടുത്തു കൊടുക്കാൻ കുറച്ച് നമുക്ക് പൊതുവേ പ്രവാസികൾക്കൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതേസമയം നമ്മളിവിടെ ദറംസിലാണെങ്കിൽ എത്ര കൊടുക്കാനും നമുക്കൊരു മടി തോന്നത്തില്ല. ബട്ട് വെൻ വി കൺവേർട്ട് ഇൻ ടു ഇന്ത്യൻ റുപ്പീസ് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി തോന്നും. ദെൻ ദ തേർഡ് ഡേ മോർണിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. പല എന്താ പറയുക, ഗല്ലികളിലൂടെ കറങ്ങി നടന്നു. ഒരുപാട് സ്ഥലങ്ങൾ പോയാണ് ഫൈനൽ നമ്മുടെ ഇഷ്ടപ്പെട്ട ചോയ്സസ് ഉള്ള സ്ഥലങ്ങളിലേക്ക് ചെന്നെത്താറ്. കുഞ്ഞു കുഞ്ഞു സ്റ്റോറുകളിലൊക്കെ നമ്മൾ പോയി കഴിയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും അത്രയും മോശമായിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും നല്ല പ്രീമിയം ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് തന്നെയാണ് നമ്മുടെ സജാസിന് വേണ്ടിയിട്ടുള്ള പർച്ചേസ് എപ്പോഴും ചെയ്യുന്നത്. ദെൻ ആഫ്റ്റർ ദാറ്റ് ആ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. ഇതിന് ഇടയിലുള്ള വീഡിയോസ് ഒന്നും തിരക്ക് കാരണം പിടിക്കാൻ പറ്റിയിട്ടില്ല. അത്രയും തിരക്കായിരുന്നു. ഡൽഹി എയർപോർട്ടിൽ നേരത്തെ തന്നെ വന്നെത്തണം, ബിക്കോസ് നല്ല ഹെവി ട്രാഫിക്കാണ്. ആഫ്റ്റർ ദാറ്റ് ഫൈനലി അതെല്ലാം കഴിഞ്ഞു. നമ്മുടെ ദുബായിലെത്തി ആ ഒരു ഡെസ്റ്റിനേഷനിലെത്തി കഴിയുമ്പോൾ ഈ എമിറേറ്റ്സിൻ്റെ ഈ ഒരു പിക്ചറും ഒക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാവോ. എത്രയൊക്കെ പറഞ്ഞാലും ബാക്ക് ടു ദുബായ് നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെ തന്നെയാണ്.
ദെൻ ഫൈനലി അങ്ങനെ ഈ ഒരു യാത്ര വളരെ വളരെ സന്തോഷമായിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ബിക്കോസ് എൻ്റെ കസ്റ്റമറിന് വേണ്ടി അവർക്ക് ഏറ്റവും ബെസ്റ്റ് കളക്ഷനാണ് സജാസിൽ കൊണ്ടുവന്നിട്ടുള്ളതെന്നുള്ള സന്തോഷമാണ് എന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ആ പോയി നിന്ന ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിൽ നിന്ന് പോകുന്നത് ഈ ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സജാസ് വിസിറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻസ് എല്ലാം ഞാൻ സജാസിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ വന്നിട്ടില്ലാത്തവർ വരിക, തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലി നിങ്ങൾക്ക് 100% എൻ്റെ ഗ്യാരൻറ്റിയാണ് സജാസിൽ വന്നു കഴിഞ്ഞാൽ ഒരു പീസെങ്കിലും നിങ്ങൾ എടുക്കാതെ പോകത്തില്ല. ദ ടു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ദ ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് ഞാൻ നിങ്ങൾക്ക് അഷ്വർ ചെയ്യുന്നത്. താങ്ക് യു ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് 11 with Sajas.